മഹാകാളി ഹീലിംഗ് ചെയ്തു പോയ ആൾക്കാർ അനുഷ്ഠിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ നിങ്ങളുടെ വൈബ്രേഷൻ ഹൈ ആക്കാനായിട്ട് ശ്രമിക്കുക. എന്ന് വെച്ചാൽ എനർജി പ്യൂറായി കഴിഞ്ഞാൽ അടുത്ത പടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജപങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നതിനൊപ്പം തന്നെ അധമ വിചാരങ്ങൾ കളയാൻ ശ്രമിക്കുക. എന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവരെ പറ്റി ഒരുപാട് മോശമായിട്ട് ചിന്തിക്കാതിരിക്കുക, ആർഗ്യുമെൻറ്റ് ചെയ്യാതിരിക്കുക, മറ്റുള്ളവരെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കാൻ ആ ഒരു ശ്രമം ഉപേക്ഷിക്കുക. നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുക, നിങ്ങളെ തന്നെ സ്നേഹിക്കുക, സെൽഫ് ലവ് ആ ഒരു അവസ്ഥയിലേക്ക് വരണം. അതിലൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ ചക്രാസിലുള്ള എല്ലാ നെഗറ്റീവ് എനർജിനെയും നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന നെഗറ്റീവ് എനർജി അതിനെ റിലീസ് ചെയ്ത് കളയാനായിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ സാധിക്കും. ജപങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഒരു ഭാഗത്ത് നിന്നിട്ട് കുറേ ജപങ്ങൾ ചെയ്തിട്ട് അപ്പുറത്ത് പോയിട്ട് വേറെ ആളെ ചീത്ത പറയല്ല വേണ്ടത്. അവിടെ ഒരു ഗ്രൗണ്ടഡായിട്ട് സംസാരിക്കാനും ഒരു സ്ഥായിയായ ഭാഗത്തിരിക്കാനും ശ്രമിക്കുകയാണ് വേണ്ടത്. അതിലൂടെ നിങ്ങളുടെ ആ ഒരു എനർജി പൂർണ്ണമായിട്ടും പോസിറ്റീവിലേക്ക് വരികയും നിങ്ങൾക്ക് വലിയ താമസമില്ലാതെ അവൈക്കണിങ്ങിലേക്ക് എത്താനുള്ള സാധ്യതകൾ തെളിയുകയും ചെയ്യും. അതിലൂടെ നിങ്ങൾക്ക് അസെൻഷനിലേക്ക്, മോക്ഷത്തിലേക്ക് പോകാനായിട്ട് ദേവി നിങ്ങളെ അനുഗ്രഹിക്കും. അതൊരു സംശയവും വേണ്ട. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. മെറ്റീരിയലായിട്ടുള്ള വേൾഡിൻ്റെ പുറകെ പോവുകയല്ല വേണ്ടത്, ഇതിലൂടെ സഞ്ചരിക്കുക. മെറ്റീരിയൽ വേൾഡ് വേണ്ടെന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്, അതും വേണം. അതും കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. കാരണം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മണി ഇല്ലാന്നുണ്ടെങ്കിൽ, നമുക്ക് ഭക്ഷണം ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ ഇങ്ങനെ ചിന്തിക്കാനുള്ള സമയമൊന്നും നിങ്ങൾക്ക് കിട്ടുകയില്ല. അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ല, അതിനുള്ള മൈൻഡ് നിങ്ങൾക്ക് ഉണ്ടാവില്ല. സേഫായിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസയും വേണം. മഹാലക്ഷ്മിയും കൂടി വന്നെങ്കിൽ മാത്രമേ പൂർണ്ണത വരുള്ളൂ. അപ്പോൾ അത് വേണ്ടെന്നല്ല ഉദ്ദേശിച്ചത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയോടെ ആയിക്കോട്ടെ. എന്നാലും പ്രാധാന്യം കൊടുക്കേണ്ടത് ഇതേപോലുള്ള കാര്യങ്ങൾക്കാണ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എല്ലാവർക്കും നന്മ വരട്ടെ.